പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആത്മീയ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ ഷിൽജു, എനിക്ക് മുൻപായി തികവുറ്റ ആത്മീയ ചിന്തകൾ സമ്മാനിച്ച കർത്താവിൻ്റെ ദാസൻ, പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾ, ലൈവിൽ വിദൂരങ്ങളിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. തീവ്രമായ ഒരു ആത്മീയ ചിന്ത ദൈവം നമ്മെ കേൾപ്പിക്കാനിടയായി തീർന്നു. അതിൻ്റെ അലയൊലിയൊന്നോണം അതിൻ്റെ തുടർച്ചയായി ദൈവസന്നിധിയിലേക്ക് ഞാനും ചേർന്ന് വരികയാണ്. വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വേദപുസ്തകം ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ ബിലീഫ് ആൻഡ് ഫെയ്ത്ത്, രണ്ട് പദങ്ങളാണ്. ബിലീഫ് എന്ന് നാം മനസ്സിലാക്കുന്നത് ഇത് പകലാണെന്നത് ഒരു ബിലീഫാണ്, കാണുന്നതിനെ വിശ്വസിക്കുന്നതാണ് ബിലീഫ്. എങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് കാണാത്തതിനെ വിശ്വസിക്കുന്നതാണ്. ഫെയ്ത്തിലാണ് ഹോപ്പ് കണക്റ്റായിരിക്കുന്നത്, ഫെയ്ത്തിലാണ് ട്രസ്റ്റ് കണക്റ്റായിരിക്കുന്നത്. എന്നാൽ ബിലീഫിൽ ട്രൂത്താണ് കണക്റ്റായിരിക്കുന്നത്. അവിടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ബിലീഫ് എന്ന ലെവലിൽ നിന്ന് അടുത്തൊരു സ്പിരിച്വൽ ലെവലിലേക്ക്, ഫെയ്ത്തിലേക്ക് നമ്മൾ കണക്റ്റ് ആകുമ്പോഴാണ് അതിനെയാണ് അതിവിശുദ്ധ വിശ്വാസം എന്ന് വിളിക്കുന്നത്. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരാത്മീയൻ, പുതിയ നിയമ ഉദ്ധരണിയിലൂടെ ഒരാത്മീയൻ ആ ഫെയ്ത്തിലേക്ക് കണക്റ്റ് ആകണം. ആ ഫെയ്ത്തിൽ കണക്റ്റ് ആകുന്നത് ഹോപ്പ്, അപ്പോൾ തന്നെ ട്രസ്റ്റ്, ഇത് രണ്ടും കണക്റ്റ് ആയിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരുവൻ ചുവട് വയ്ക്കുമ്പോൾ അവന് ലഭ്യമാകുന്ന 5 വിടുതലുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയുടെ തിരുവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. എബ്രായ ലേഖനമാണ്, 10-ാം അധ്യായം 38-39 വാക്യങ്ങൾ. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും ക്രിസ്തു ഭക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ക്രിസ്തു ഭക്തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു പ്രത്യേക പദ്ധതിയെ വിശ്വാസം എന്ന് നാം വിളിക്കും. അപ്പോൾ ആ വിശ്വാസത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഫെയ്ത്ത്, അതായത് ട്രസ്റ്റ് പ്ലസ് ഹോപ്പ്. ഇവിടെയാണ് ഒരാത്മീയൻ്റെ ജീവിതം കുടുങ്ങിക്കിടക്കുന്നത്. ഇവിടെയാണ് ഒരാത്മീയൻ കണക്റ്റ് ആകുന്നത്. ഈ ലെവലിലേക്ക് ഒരാത്മീയൻ എത്തുമ്പോഴാണ് അവൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് ക്രമാനുഗതമായി വർദ്ധിക്കുന്നത്. കേവലം ബിലീഫ്, ട്രൂത്തിൽ മാത്രം വിശ്വസിച്ച് നിന്നാൽ അവൻ സ്പിരിച്വലി ശൈശവദശയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിതിനെ ഈ 10-ാം അധ്യായം എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തല വിവരണമെന്ന് പറയുമ്പോൾ വിശ്വാസത്യാഗത്തിലേക്ക് വീഴുന്ന ഒരു കൂട്ടം ആത്മീയരുടെ നടുവിൽ നിന്നുകൊണ്ട്, ആത്മീയ അരാജകത്വം ബാധിച്ച ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഭക്തൻ ആത്മാവിൽ അവരെ പ്രബോധിപ്പിക്കുന്ന പ്രബോധന ചിന്തകളാൽ സമ്പന്നമാണ്. അതിൽ 10-ാം അധ്യായം അവസാനിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്ക് വ്യക്തമായി പറയുമ്പോൾ വിശ്വാസത്താൽ ഒരാത്മീയനിൽ, അതിൽ ഫെയ്ത്ത് അകത്ത് കയറിയ ആത്മീയനിൽ സംഭവിക്കുന്ന വിടുതലുകൾ എന്തെല്ലാമാണ്, അത് 11-ാം അധ്യായത്തിൽ കൃത്യമായ വിവരണം നൽകിയിട്ടുണ്ട്. അബ്രഹാമിനെ ചൂണ്ടിക്കൊണ്ട്, മോശയെ ചൂണ്ടിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ വ്യത്യസ്ത അനുഭവത്തിലൂടെ അവരിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയെ നന്നായി വിവരിച്ചിട്ടുണ്ട്. ഞാനതിൽ മോശയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, വിശ്വാസം കണക്റ്റായപ്പോൾ മോശയിൽ നടന്ന പ്രവൃത്തി എന്താണ്, വിടുതൽ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അതിനെ ഞാൻ 5ആയി ഡിവൈഡ് ചെയ്ത് ആ ഭാഗത്തു നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആ ധ്യാനചിന്ത നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിക്കേണ്ടത് 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എബ്രായർ 11:23. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ച് വെച്ചു. വിശ്വാസത്താൽ
ഭയം മാറിപ്പോയി. എത്ര തീവ്രമായ ഒരു വാക്കാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തി കാണണം. വിശ്വാസത്താൽ ഭയം മാറിപ്പോകുകയാണ്. ഇവിടെ മോശ ജനിച്ച സാഹചര്യം ഫറവോന്റെ കൊടിയ നിയമം കൊടികുത്തി വാഴുന്ന സാഹചര്യം, തലമുറകളെ മുഴുവനും കൊന്നുകളയാനുള്ള കിരാത ഭരണം, ആ നിയമങ്ങളും അവിടെ തലപൊക്കി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ രേഖപ്പെടുത്തുന്നു, മോശയുടെ അമ്മയപ്പന്മാർ അവനെ ഒളിപ്പിച്ചു വെച്ചു. എന്തുകൊണ്ടെന്നും അവിടെ രേഖപ്പെടുത്തുന്നു, വിശ്വാസത്താൽ അവിടെ സംഭവിച്ചത് ഭയം പുറത്തുപോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം ഭയത്തെ പുറത്താക്കുകയാണ്. അപ്പോൾ വിശ്വാസം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് വിശ്വാസം പ്ലസ് സ്നേഹം കൂടെ ഉണ്ട്. അപ്പോൾ വിശ്വാസവും പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും കണക്റ്റായി കിടക്കുന്ന ഒരു നല്ല നിമിഷമാണിത്. ഇവിടെ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ ഭയത്തെ പുറത്താക്കുകയാണ്. അപ്പോൾ ഒരുവൻ്റെ അകത്തേക്ക് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം കയറി എന്ന് പറയുമ്പോൾ, ഫെയ്ത്ത് കയറുമ്പോൾ സംഭവിക്കുന്നത് അവിടെ പ്രത്യാശയും കൂടെ കയറുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള ട്രസ്റ്റ് പ്ലസ് ഫെയ്ത്ത്, ഇത് സംഭവിക്കുമ്പോൾ തന്നെ മറ്റൊന്നുകൂടെ കയറി വരുന്നു, യേശുക്രിസ്തുവിലുള്ള ഒരു സ്നേഹം കൂടെയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും കൂടെ സമ്മേളിച്ചപ്പോൾ അവിടെ നടന്ന ഏറ്റവും വലിയ വിടുതൽ, അവിടെ നിന്ന് പുറത്തായത് ഭയമാണ്. ഇന്ന് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരോട് ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഭയം നിന്നെ വേട്ടയാടുന്നെങ്കിൽ ഏറ്റവും വലിയ ശത്രുവിൻ്റെ കച്ചവട ചരക്ക് ഭയമാണ്. ഇന്നിൻ്റെ ലാഭകരമായ ബിസിനസ്സൊക്കെ നിലനിൽക്കുന്നത് ഭയത്തിലാണ്. ഇന്ന് ഏത് ബിസിനസ് എടുത്താലും ലാഭത്തിലാണോ അത് നിൽക്കുന്നത് ഭയത്തിലാണ്. അതിൻ്റെ എല്ലാം അടിത്തറ ഭയമാണ്. ഭയം കൊണ്ടാണ് സാത്താൻ തൻ്റെ കെട്ടിടം കെട്ടിപ്പൊക്കുന്നത്. സാത്താൻ്റെ സാമ്രാജ്യം നിലനിൽക്കുന്നത് ഭയത്തിലാണ്. ആ ഭയം എന്ന വിത്ത് ഒരുവൻ്റെ അകത്തേക്ക് വീണാൽ അവൻ്റെ അകത്തു നിന്ന് ആത്മീയത തകർന്നു പോകാനിടയാകും. ഒരുവൻ്റെ അകത്തേക്ക് പിന്നെ പ്രവേശിക്കുന്നത് നിരാശയാകും. അതുകൊണ്ട് തന്നെ ഒരുവനിൽ നടക്കേണ്ട ഏറ്റവും വലിയ വിടുതൽ ഭയം പുറത്തു പോകുക എന്നതാണ്. ആ ഭയത്തെയാണ് സാത്താൻ ഊതി കത്തിക്കുന്നത്. ഞാനതിന് നല്ല തെളിവ് പറയാം. നമ്മുടെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മെഡിക്കൽ മേഖല വലിയ ലാഭകരമായി മാറുന്നു. മെഡിക്കൽ മേഖല നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ഭയത്തിലാണ്. മനുഷ്യൻ്റെ ഭയത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മേഖല മെഡിക്കൽ മേഖലയാണ്. നമ്മൾ ഏതെല്ലാം ബിസിനസ് മേഖല നോക്കിക്കോ, അതിൻ്റെ ഏറ്റവും രഹസ്യം, ഇൻഷുറൻസ് മേഖല എടുത്താട്ടെ, ഭയമാണ് അതിൻ്റെ ഏറ്റവും അടിത്തറ. ഇൻഷുറൻസ് എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഭയമാണ്. കൺസ്ട്രക്ഷൻ മേഖല ഭയമുണ്ട്. കാരണം ഏറ്റവും നല്ല ബിൽഡിങ്, പരസ്യം അതല്ലേ, നല്ല കമ്പി, നല്ല സിമെന്റ്, ഇടിഞ്ഞു വീഴത്തില്ല, ഇടിഞ്ഞു വീണാൽ മരിക്കും, ഭയമാണ്. അപ്പോൾ ഈ ലോകത്തിൽ എല്ലാ ലാഭകരമായതിൻ്റെ മറവിലും ഭയം ഒരു വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ ഭയം പുറത്തു പോകാനുള്ള ഏക വഴി വിശ്വാസം അകത്ത് കയറുക. ആ വിശ്വാസം എന്ന് ഞാനിവിടെ ഉദ്ധരിക്കുന്ന പദം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും വിശ്വാസവും ഫെയ്ത്തിൽ പ്രത്യാശ കണക്റ്റാണ്. അപ്പോൾ തന്നെ ആ സ്നേഹം, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം കൂടെ കയറുമ്പോൾ സ്നേഹവും ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അതിനേറ്റവും നല്ല തെളിവ്, പ്രണയബദ്ധരായവർ വിഷം കഴിക്കുന്നു, മരിക്കുമെന്നറിയാം, അവർ സ്വമേധയാ അതിന് തയ്യാറാകുന്നു. കാരണം ആ പ്രണയം അവരുടെ ചിന്തയെ സ്വാധീനിക്കുകയാണ്. പ്രണയബദ്ധരായവർക്ക് സമൂഹത്തെ ഭയമില്ല, സാഹചര്യത്തെ ഭയമില്ല, വ്യക്തികളെ ഭയമില്ല, ചുറ്റുപാടിനെ ഭയമില്ല. പലപ്പോഴും അവർ തന്നെ മറന്നു പോകുകയാണ്. കാരണം അവർ തമ്മിലുള്ള ആ സ്നേഹമെന്നത് അന്ധമായതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉപദ്രവങ്ങൾ വന്നാലും അവർ പറഞ്ഞു, കൊന്നാലും ഞാൻ ഇന്ന ആളെ വിടത്തില്ല, കൊന്നാലും ഞാൻ ഇന്ന ആളെ പിരിയത്തില്ല. അതിൻ്റെ അർത്ഥം സ്നേഹമാണ്. ഇവിടെ ഒരാത്മീയനിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, രണ്ട് സ്നേഹത്തിലുള്ള ട്രസ്റ്റ് ഒരുവനിൽ അകത്ത് പ്രവേശിക്കുമ്പോൾ അവനിൽ നിന്ന് പുറത്താകുന്നത് ഭയമാണ്. ഇന്ന് അതിവിശുദ്ധ വിശ്വാസം നിന്റെ അകത്ത് കയറുക എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും അകത്ത് യേശു
യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് കയറുമ്പോൾ അതിനെ നാം വിളിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസമെന്നാണെങ്കിൽ, അതൊരുവന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങുമ്പോൾ അവനിൽ നടക്കുന്ന ഏറ്റവും വലിയ വിടുതൽ, അവനിൽ നിന്ന് ഭയം പുറത്തു പോകുകയാണ്. ഇന്ന് പ്രാർത്ഥനയോടായിരിക്കുന്ന ആത്മീയരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നത്, നിന്നെ അലട്ടുന്ന മരണഭയം ഇന്ന് പകൽ അഴിയപ്പെടാൻ പോകുകയാണ്. ഞാൻ മരിച്ചു പോകും, എനിക്കെന്തോ സംഭവിക്കും, ഏതോ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് മരണത്തെ ഭയപ്പെട്ടിരിക്കുന്നവർ ഇന്ന് ലൈവിലുണ്ട്. ആത്മാവ് പ്രവചിക്കുന്നത്, ഇന്ന് നിന്നിൽ നിന്ന് ആ മരണഭയം ഉപവാസത്തിന്റെ 3-ാം പകൽ അത് അഴിഞ്ഞു മാറാൻ പോകുകയാ. നിന്റെ അകത്തേക്ക് അതിവിശുദ്ധ വിശ്വാസമായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം അകത്ത് നിറയട്ടെ. അതൊരു ഡെലിവറൻസായി നിന്റെ അകത്ത് ചലിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ആ മരണ ഭയങ്ങൾ അഴിയട്ടെ. നിന്റെ തലമുറയെക്കുറിച്ചുള്ള ആധി, ആ ഭയം അഴിഞ്ഞു മാറട്ടെ. നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഭയം അഴിഞ്ഞു മാറട്ടെ. നിന്റെ വ്യക്തി ജീവിതത്തിൽ ഏതോ ഡോക്ടറോട് ചോദിക്കാമെന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ തലവേദന വന്നു, അത് ബ്രെയിൻ ട്യൂമറാകും. നിന്റെ തലവേദനയും അതിലേക്ക് കണക്ട് ചെയ്യാൻ സാത്താനകത്ത് സംശയത്തിൻ്റെ വിത്ത് കയറ്റിയെങ്കിൽ ആ കുരുക്കഴിഞ്ഞ് ഇന്ന് വിടുതലോടെ പോകണം. കാരണം നീ വിശ്വസിക്കുന്നത് കേവലം സത്യത്തിലല്ല, നീ വിശ്വസിക്കുന്നത് ഉലകിലെ ഏതെങ്കിലും യാഥാർത്ഥ്യത്തിലല്ല, പകരം കാണാത്തതിലാണ്. കാണുന്നതല്ല ഞങ്ങളുടെ വിശ്വാസം, കാണാത്തതിലാണ്. ഞാനതിനെ ഒന്നുകൂടെ ലളിതമാക്കാം. സ്കാനിങ് റിപ്പോർട്ട് അത് സത്യമാണ്, അത് ട്രൂത്താണ്, കാണുന്നതാണ്. പക്ഷേ എൻ്റെ വിശ്വാസം സ്കാനിങ്ങിലല്ല, ഇത് സൃഷ്ടിക്കാൻ ബുദ്ധി തന്ന ദൈവത്തിലാണ്. ഇവിടെയാണ് ഒരു ആത്മീയൻ വ്യത്യസ്തനാകുന്നത്. കാണുന്നതിനെ വിശ്വസിക്കുന്നവൻ അവൻ ഈ ലോകമനുഷ്യനാണ്. ഞങ്ങളുടെ വിശ്വാസം ഹോപ്പിൽ കണക്റ്റാണ്. ഞങ്ങളുടെ വിശ്വാസം ട്രസ്റ്റ്, സ്നേഹത്തിൽ കണക്റ്റാണ്. ഞങ്ങളുടെ വിശ്വാസം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിലാണ്. സ്തോത്രം. ഭയം പുറത്തു പോകുകയാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എങ്കിൽ ഭയം പുറത്തു പോയാൽ ഏറ്റവും വലിയ വിടുതലാണ്. ഇന്ന് പകൽ ഭയം പുറത്തായാൽ നടക്കുന്ന വിടുതൽ വലുതാണ്. പല ശാരീരിക പ്രശ്നങ്ങളുടെ മറവിൽ ഭയമാണ്. ആ ഭയം അഴിഞ്ഞു മാറിയാൽ നീ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ പോവുകയുള്ളൂ. ഭയത്തെ പുറത്താക്കുന്ന വിശ്വാസം. ഞാനതിന് ഒരു നല്ല ഉദാഹരണം മുൻപ് ദൈവദാസന് ഉദ്ധരിച്ച സംഭവത്തോട് ബന്ധപ്പെട്ട് രക്തസ്രവക്കാരത്തിയുടെ കാര്യം ഉദ്ധരിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. രക്തസ്രവക്കാരത്തി 12 വർഷക്കാലമായി രക്തസ്രവം എന്ന രോഗത്താൽ ബാധിക്കപ്പെട്ടവൾ. അവളുടെ ജീവിതം കടന്നുപോയത് ന്യായപ്രമാണ കാലത്തിലാണ്. ന്യായപ്രമാണ കാലത്തിൽ അവൾ ജീവിക്കുമ്പോൾ രക്തസ്രവം എന്നുവരെ ഉണ്ടോ അന്ന് വരെ അവൾ എങ്ങും തൊടാൻ പാടില്ല, അവളെ തൊടാൻ പാടില്ല, അവൾക്ക് ആരോടും സഹകരിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ട മുറിയിൽ, അടയപ്പെട്ട മുറിയിൽ തനിയെ കഴിയണം. എന്നുവരെ രക്തസ്രവമുണ്ടോ അന്ന് വരെ. ഇനി അതല്ല, ഇവൾ മനഃപൂർവ്വമായി ആരെയെങ്കിലും തൊട്ടാലോ, ഇവൾ മനഃപൂർവ്വമായി ആരെങ്കിലും തൊട്ടാൽ അവരെ അശുദ്ധമാകും. അങ്ങനെ ആയാൽ ഇവളെ പൊതുസ്ഥലത്ത് നിർത്തി കല്ലെറിയണം. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണമെന്ന യാഥാർത്ഥ്യം അന്ന് അവൾക്ക് മുൻപിൽ വലിയൊരു ചട്ടക്കൂട് സൃഷ്ടിച്ചിട്ടുണ്ട്. അവൾക്ക് മുൻപിൽ വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൾക്ക് മുമ്പിൽ അസാധ്യതകൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൾക്കൊരിക്കലും ഒരു വിടുതലിലേക്ക് എത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. കാരണം മതപരമായ, ആചാരപരമായ, സാമുദായികപരമായ തടസ്സങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വസ്ത്രാഗ്രഹത്തിലേക്ക് തൊടുക എന്നത് അസംഭവ്യമാണ്. പക്ഷേ അടയപ്പെട്ട മുറിക്കകത്ത് കിടക്കുമ്പോൾ അവളുടെ അകത്ത് വിശ്വാസം ചലിക്കാൻ തുടങ്ങി. അവളുടെ അകത്തെ വിശ്വാസം അവളിൽ ചെയ്ത വിടുതൽ എന്താണ്? ആ വലിയ നിയമത്തെ, ആ ഭയം അവളുടെ അകത്തുനിന്ന് അഴിഞ്ഞു മാറുകയാണ്. അവളിൽ സംഭവിച്ച വിടുതൽ എന്താണ്? രോഗം മാറിയതിനേക്കാൾ വലിയൊരു വിടുതലുണ്ട്. എന്താണ് രോഗം മാറാൻ? യേശുവിൻ്റെ വസ്ത്രാഗ്രഹത്തിൽ തൊട്ടപ്പോൾ ആ രോഗം മാറുന്നതിന് മുൻപ് തന്നെ അവളിലെ വിടുതൽ ആരംഭിച്ചത് എവിടെയാ? മനസ്സിലാ വിടുതൽ ആരംഭിച്ചു. എന്താ അതിൻ്റെ തെളിവ്? അവളെ പിടിമുറുക്കിയ ന്യായപ്രമാണത്തിൻ്റെ, നിയമത്തിൻ്റെ ആ ഭയമുണ്ടല്ലോ, അവളുടെ അകത്തുനിന്ന് പൊട്ടി പുറത്തുപോയി. അവളെ പിടിമുറുക്കുന്ന ആരെങ്കിലും കണ്ടാൽ എനിക്ക് മരണമാ, ആ ഭയം അവളിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ്. ഇന്ന് ആത്മാവ് ഇടപെടുന്നത് നിന്റെ മനസ്സിൽ കിടക്കുന്ന ചില രോഗത്തിൻ്റെ കുരുക്ക്, അതിൻ്റെ ആരംഭം, അതിൻ്റെ അടിത്തറ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത്. അവിടെയാണ് ഇന്ന് പകൽ ട്രീറ്റ്മെന്റ് നടക്കേണ്ടത്. ഒരാത്മീയനെ തച്ചുടയ്ക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന കുതന്ത്രങ്ങൾ അതിൻ്റെ അടിത്തറ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ്
ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം. കരുണ കിട്ടാതെ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ ചോദ്യം ആക്യുറേറ്റാ, കൃത്യമാണ് ആ ചോദ്യം. ഞാൻ എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദബരൻ എന്നോട് പറഞ്ഞത്, അതിൻ്റെ വ്യാഖ്യാനം പല നിലകളിൽ നമുക്കുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിലേക്ക് വീണ ചിന്ത, അവനെ 38 ആണ്ടായി കിടത്തിയത് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അതിൻ്റെ വേര് കിടക്കുന്നേ, ആ മനസ്സിൻ്റെ അകത്ത് ആ വേര് കിടക്കുന്നേ. മനസ്സാ പറയുന്നത് നിനക്ക് പക്ഷപാത രോഗമാണ്, നിൻ്റെ കൈ ചലിക്കത്തില്ല, നിൻ്റെ കാല് ചലിക്കത്തില്ല, നിനക്ക് ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ്റെ മനസ്സാണ് പറയുന്നത്. കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ അവിടെ നിന്നൊരു വാക്ക് പറയാം. അവൻ്റെ നിസ്സഹായതയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം: കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. ആ വാക്കിൽ ഞാൻ അവൻ്റെ നിസ്സഹായതയാണ് കണ്ടത്. എന്താണെന്നറിയാമോ? 38 വർഷമായി ജന്മം തന്ന മാതാവിനെ ഞാൻ കണ്ടിട്ട്, 38 വർഷമായി ജനിപ്പിച്ച പിതാവിനെ കണ്ടിട്ട്, 38 വർഷമായി എൻ്റെ സഹോദരനെ ഞാൻ കണ്ടിട്ട്, 38 വർഷമായി എൻ്റെ സഹപാഠിയെ കണ്ടിട്ട്, 38 വർഷമായി എൻ്റെ ചർച്ചക്കാരെ കണ്ടിട്ട്, അവരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എടുത്ത് ആ കുളത്തിലെറിയാൻ അവർ സഹായിച്ചേനെ. 38 ആണ്ടുകൾക്ക് മുൻപ് എന്നെ ഒരു ദിവസം ഇവിടെ കൊണ്ടിട്ടിട്ട് അവരെല്ലാം പോയതാ. തേടി ആരും വന്നിട്ടില്ല, സഹായിക്കാൻ ആരും വന്നില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഒരു ദൂത് പറയാം: നിന്നീ കിടക്കുന്നത് ഏറിയ കാലമായി എന്ന് അറിയുന്ന ഒരുവൻ പലസ്തീൻ്റെ മണ്ണിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെ യെരൂശലേം ഉത്സവം നടക്കുമ്പോൾ ഉത്സവത്തിനപ്പുറത്ത്, ജനബാഹുല്യത്തിനപ്പുറത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ബെഥെസ്ദ കുളക്കടവിലെ നിന്റെ സ്ഥിതി അറിഞ്ഞ് നിന്റെ അരികിലേക്ക് നസറായൻ നടന്നെടുക്കുന്നുണ്ട്. ഇന്ന് ആത്മാവ് പ്രവചിക്കുന്നത്, നിനക്കാരുമില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ആരുമില്ല, ഉപദേശിക്കാൻ ആരുമില്ല, മെന്നറാകാൻ ആരുമില്ല. ഇനി അത് പറയരുത്. നിന്റെ സ്തുതി അറിയാവുന്നവൻ ഇന്ന് നിന്റെ അരികിലുണ്ട്. അവൻ ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? നീ മനസ്സിൽ ഒരു തീരുമാനമെടുത്താൽ ആ വിടുതൽ അവിടെ നടക്കുക. ഇനി നീ ബെഥെസ്ദയിൽ കിടക്കേണ്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. അതെ, ഭയം പുറത്തായാൽ വിടുതൽ വലുതാ. അപ്പോൾ ഒരാത്മീകന്റെ അകത്തുനിന്ന് അതിവിശുദ്ധ വിശ്വാസം കയറുമ്പോൾ അവനിന്ന് ഭയം പുറത്തു പോവുക. ഭയം പുറത്തു പോയാൽ പിന്നെ മരണം വരെ പേടിയില്ല. എന്തുകൊണ്ടാ ഇതിങ്ങനെ എബ്രായ ലേഖനത്തിൽ വന്നതെന്നല്ലേ? എബ്രായ വിശ്വാസികൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പക്ഷേ പ്രതികൂലങ്ങളുടെ ലാഞ്ചന വർദ്ധിച്ചപ്പോൾ, പ്രതിസന്ധികൾ ആർത്തലച്ചു വന്നപ്പോൾ അവരിൽ പലരും പിന്മാറാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ എബ്രായ ലേഖനം എഴുതുമ്പോൾ ഉറപ്പിക്കുന്നത് വിശ്വാസമാണ് വലുത്. വിശ്വാസം അകത്ത് കയറിയാൽ ആ ഭയം പോകുമെന്നേ. ഇന്നിൻ്റെ ജീവിത സാഹചര്യത്തെ ഇനി നീ ഭയപ്പെടരുത്. ആത്മാവിൽ അതൂതേറ്റെടുത്തോണം. ഇന്ന് പകൽ ഭയം മാറുന്ന ഒരു അതിവിശുദ്ധ വിശ്വാസം. അടുത്ത രണ്ടാം കാര്യത്തിലേക്ക് ഞാൻ വരികയാണ് പെട്ടെന്ന്. അതിൻ്റെ 11:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 11:24 മുതൽ 26. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. 2, അതിവിശുദ്ധ വിശ്വാസം. അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം കണക്റ്റായി കഴിയുമ്പോൾ ഒരുവിൽ നടക്കാൻ പോകുന്ന പ്രവൃത്തി അവൻ്റെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നതായി മാറുക. സ്തോത്രം. ഇത് വലിയൊരു വിടുതലാണ്. ഒന്നാമത് ഭയം മാറുന്നെങ്കിൽ, രണ്ടാമത് അവൻ്റെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കും. ഇവിടെ മോശയുടെ തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വളരെ ഗൗരവമായ കാര്യമാണ്. ഒറ്റ വാക്കിൽ ആ തെരഞ്ഞെടുപ്പ് എന്ന പദം പറഞ്ഞങ്ങ് വിടാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യനും സാധ്യമായതല്ല. അവിടെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്, മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും
ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കും തെരഞ്ഞെടുത്തു. അപ്പൊ തെരഞ്ഞെടുത്തത് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നു തെരഞ്ഞെടുത്തു. അത് ഏറ്റവും വലിയ കാര്യമാണ്. അവിടെ രണ്ട് കാര്യമാണ്, ഒരു ത്രാസിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് പാപത്തിൻ്റെ തൽക്കാല ഭോഗം, മറുഭാഗത്ത് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുക. മനസ്സുകൊണ്ട് ഞാനും നിങ്ങളുമാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് കഷ്ടത തിരഞ്ഞെടുക്കുമോ? നാം അത് വേണ്ടെന്ന് പറയില്ലേ? അത് മാറണമെന്ന് പറയില്ലേ? കഷ്ടത മാറുകയാണെങ്കിൽ മറുഭാഗത്തുള്ളത് പാപത്തിൻ്റെ തൽക്കാല ഭോഗമാണ്. ഇന്നിൻ്റെ വിശ്വാസ സമൂഹത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്നെന്താണെന്നല്ലേ? പാപത്തിൻ്റെ തൽക്കാല ഭോഗം തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം. എന്നാൽ അതിവിശുദ്ധ വിശ്വാസം അകത്തോട്ട് കയറിയാൽ, യേശുക്രിസ്തുവിൽ ആഴമായി നാം ഒന്ന് അടുത്താൽ, യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് നാം എത്തിയാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം ഇവിടെ മനസ്സിലാക്കണം. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതിൽ അല്പം വേദനയാണ് കഷ്ടത, ഏറ്റവും നിന്ദയാണ് കഷ്ടത, മുൻപോട്ട് പോകുന്നത് പ്രയാസമാണ്, അത് കഷ്ടതയാണ്. പക്ഷേ അത് തെരഞ്ഞെടുക്കണമെങ്കിൽ ഇതിലേക്ക് തൻ്റെ അകത്തേക്ക് കയറിയ വിശ്വാസത്തിൻ്റെ റേഞ്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സ്തോത്രം. പലർക്കും കഴിയാത്ത കാര്യമാണ്, പലർക്കും പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ മോശ അടുത്ത രണ്ടാം പാർട്ട് പറയുന്നു, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടും നിരസിച്ചു. ഈ പാപത്തിൻ്റെ തൽക്കാല ഭോഗമെന്ന ആ ഭാഗത്ത്, ആ പാക്കേജിലുള്ളതാണ് ഫറവോന്റെ പുത്രിയുടെ മകൻ. പിന്നെ അതിൽ വരുന്നതാണ് മിസ്രയീമിലെ നിക്ഷേപം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനയോടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്കിതിൽ എന്താണ് വേണ്ടത്? നാം ആണ് മോശയുടെ സ്ഥാനത്തെങ്കിൽ മിസ്രയീമിലെ നിക്ഷേപം ഫറവോന്റെ പുത്രിയുടെ മകൻ, അന്നത്തെ ഏറ്റവും വലിയ ബഹുമതിയാ, സ്ഥാനത്തിൻ്റെ ബഹുമതി. അടുത്ത ഫറവോയായി മാറാം. ഫറവോന്റെ പുത്രിയുടെ മകൻ ഏറ്റവും വലിയ പദവിയാണത്. അടുത്തത് അവിടെ കാണുന്നത് മിസ്രയീമിലെ നിക്ഷേപമാണ്. പൊന്നും വെള്ളിയും ധാരാളമുള്ള മിസ്രയീമിലെ നിക്ഷേപം താൻ വേണ്ടെന്ന് വെക്കുന്നു. പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണ്ടെന്ന് വെക്കുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് വേണ്ടെന്ന് വെക്കുമ്പോൾ മറുഭാഗത്ത് തനിക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത്. മൂന്ന് കാര്യം വിടുന്നത് ഒരേ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയാ. നമുക്കൊരു ചോദ്യമുണ്ടാകും, ഇതിൽ ഈ തെരഞ്ഞെടുപ്പിനെ മോശയെ നിന്നെ സ്വാധീനിച്ച ഘടകമെന്താ? വിശ്വാസം. വിശ്വാസം. പലപ്പോഴും നമ്മൾ പറയുന്നു വിശ്വാസമുണ്ടെന്ന്, നമ്മുടെ അകത്ത് പലപ്പോഴും ഈ ഫെയ്ത്ത് കയറിയിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവെന്താണെന്നറിയാമോ? നാം ഈ കാണുന്നതിനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ മണ്ണിലെത്തുമ്പോഴും അവരുടെ ഹൃദയത്തിൽ അവർ പറയുന്നത് മിസ്രയമായിരുന്നു നല്ലത്, പാലും തേനും ഒഴുകുന്ന കനാനെ അത് ഇതുവരെ കണ്ടിട്ടില്ല, അവിടെയുള്ള ദൈവിക പ്ലാൻ എന്താണെന്ന് അറിയില്ല, അവിടേക്കുള്ള യാത്ര എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാത്തവർ ആകെ അറിയാവുന്നത് കാണുന്ന മിസ്രയീം, അവിടെയുള്ള നിക്ഷേപം, അവിടെയുള്ള ഇറച്ചിക്കലത്തിൻ്റെ വക്കത്ത് ഞങ്ങളായിരുന്നു, അവിടെ ശവക്കുഴി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ഇസ്രായേൽ മക്കളിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല എന്ന ചോദ്യത്തിനും വേദപുസ്തകം നൽകുന്ന ഉത്തരമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7:39 അവരിൽ മിക്ക പേരിലും പ്രസാദിക്കാത്തതിൻ്റെ ഒരു റീസൺ പറയുകയാണ്. അവന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ഹൃദയം കൊണ്ട് അവനെ വിട്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. എന്താ? കാണുന്നതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു. അവർക്ക് ആ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയില്ല. മോശ തെരഞ്ഞെടുത്തത് ഇസ്രായേൽ മക്കൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ല. ഇന്നിൽ ഒരു മൈനോറിറ്റി വിശ്വാസമെന്ന ദൈവിക പദ്ധതിയുടെ പിൻപിലുള്ള കാണാത്തതിലേക്ക് കണക്റ്റ് ആകാതിരിക്കുമ്പോൾ കാണുന്ന ഒരു കൂട്ടമുണ്ട്. അവർ ഇന്നിൻ്റെ സുഖങ്ങൾ, ഇന്നിൻ്റെ സൗകര്യങ്ങൾ, ആർഭാടപൂർണമായ ഇന്നിൻ്റെ സൗകര്യങ്ങളിലേക്ക് കണ്ണു പതിക്കുമ്പോൾ വേദനയോട് ഓർമ്മിപ്പിക്കട്ടെ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്താറായി. കാഴ്ചപ്പാട് മാറട്ടെ, ശ്രദ്ധ മാറ്റട്ടെ. എവിടേക്ക്? നിത്യതയിലേക്ക്. എബ്രായ വിശ്വാസികൾക്ക് സംഭവിച്ച അപകടവും ഇതാണ്. എബ്രായ വിശ്വാസികൾക്ക് സംഭവിച്ച അപകടം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. 11:15 അവർ കാണാത്തതിനെ അല്ല, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു. അവിടെ പറയുന്നു,
അന്ന് വിശ്വാസവീരന്മാരുടെ പട്ടിക നിരത്തിക്കൊണ്ട് ഭക്തൻ പറയുന്നു, അബ്രഹാം മുതലുള്ള അതികായകന്മാരായ മനുഷ്യർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടാകുമായിരുന്നു. വിട്ടുപോകുന്നതല്ല അവർ ഓർത്തത്, പിന്നെയോ സ്വർഗീയമായത്, അധികം നല്ലത്, കാണാത്തതിനെ അവർ കാത്തിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, എന്നിൻ്റെ സുഖങ്ങളിലേക്ക് നിന്റെ കണ്ണ് പതിയാതെ കാണാത്ത നിത്യതയിലേക്ക് കണ്ണ് പതിയണമെങ്കിൽ നിന്റെ അകത്ത് അതിവിശുദ്ധ വിശ്വാസമുണ്ടാകണം. അത് കേവലം സുഖത്തിന് വേണ്ടിയല്ല, ഇന്നിൻ്റെ വിടുതലിന് വേണ്ടിയല്ല, കടം മാറാനോ രോഗം മാറാനോ വേണ്ടി മാത്രമല്ല. ഇതിനപ്പുറത്ത് എൻ്റെ പ്രാണനാഥൻ വരും, എന്നെ അവൻ അവിടെ ചേർക്കും. അവിടാണ് എൻ്റെ പേര്, അവിടാണ് എൻ്റെ പൗരത്വം, അവിടെയാ ഞാൻ കാത്തിരിക്കുന്ന നിത്യമായ സന്തോഷത്തിൻ്റെ ഇടം. എന്നാൽ പിശാചിന്റെ കുതന്ത്രം എന്താണെന്നറിയാമോ പ്രിയരെ? തെരഞ്ഞെടുപ്പിനെ ഫെയ്ത്ത് സ്വാധീനിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകും. അപകടമെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ദൈവം വെറുക്കുന്ന പാപം ദ്രവ്യാഗ്രഹമാണ്. വേദപുസ്തകത്തിന്റെ താളുകൾ നമ്മൾ പഠിച്ചു വന്നാൽ ദൈവം വെറുക്കുന്ന പാപം ദ്രവ്യാഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ 7ാം കൽപ്പന ലംഘനം വലിയ പാതകമാണെന്ന് നാം ഉറക്കെ പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും നാം മറക്കുന്നത് ദ്രവ്യാഗ്രഹമെന്ന പാപം നിസ്സാരവൽക്കരിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ 7ാം കൽപ്പന ലംഘനത്തെക്കാൾ ദൈവം വെറുക്കുന്നത് ദ്രവ്യാഗ്രഹമെന്ന പാപത്തെയാണ്. 7ാം കൽപ്പന ലംഘനം നടത്തിയവർ വരെ മടങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ ദ്രവ്യാഗ്രഹത്തിൽ വീണവരാരും മടങ്ങി വന്നിട്ടില്ല. ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസത്താൽ സ്വാധീനിക്കപ്പെടണം. ഇല്ലെങ്കിൽ എന്താണെന്നല്ലേ, വേദപുസ്തകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഒരിക്കലും മടങ്ങി വരാത്ത വീഴ്ച സംഭവിച്ചവരെല്ലാം ദ്രവ്യാഗ്രഹത്തിലാണ് വീണത്. ആഖാൻ വീണത് ദ്രവ്യാഗ്രഹത്തിലായിരുന്നു, പൊങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യൂദ എന്ന മനുഷ്യൻ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞവനായി കരുതരുത്. കർത്താവിൻ്റെ ഫൈനാൻസ് മാനേജ്മെന്റ് കൃത്യമായി കൈകാര്യം ചെയ്ത ആളാണ് യൂദ. യൂദ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ യേശുവിനോടൊപ്പമുള്ള ടാക്സ് കളക്ടറായ മത്തായി ഉണ്ട്. അത്രത്തോളം കണക്ക് കൈകാര്യം ചെയ്ത മത്തായി ഏൽപ്പിക്കാതെ യൂദയെ തന്നെ ഏൽപ്പിച്ചതിൻ്റെ കാരണം അവൻ ക്വാളിറ്റി ഇല്ലാത്ത ആളല്ല. മാത്രമല്ല ആ വ്യക്തി ആ വെങ്കൽ ഭരണിയുടെ സുഗന്ധദ്രവ്യം ഉടയ്ക്കുമ്പോൾ കൃത്യം കാൽക്കുലേഷൻ ഉണ്ട്, ഇതെത്ര പണത്തിൻ്റെയാണെന്ന്. അങ്ങനെ കഴിവുള്ള ആളായിരുന്നു യൂദ. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയാം, ആ യൂദ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ, യേശുവിനെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ, പത്രോസിനെ പോലെയോ യാക്കോബിനെ പോലെയോ പ്രയോജനപ്പെടേണ്ടയാളാ. എന്നാൽ എവിടെ പ്രയോജനപ്പെടുന്നവനുണ്ടോ അവനെ വീഴ്ത്താൻ സാത്താൻ്റെ ഏറ്റവും വലിയ കുതന്ത്രമന്ത്ര ദ്രവ്യാഗ്രഹം അകത്ത് കയറ്റി വിട്ടിട്ട് വീഴിക്കുന്നത് സാത്താൻ്റെ തന്ത്രം. അത് തന്നെയാണ് സാത്താൻ നസറായൻ്റെ നേരെ പ്രയോഗിച്ചത്. ഈ കാണുന്നത് മുഴുവനും ഞാൻ നിനക്ക് തരാം, എന്നെ വണങ്ങിയാ മതി. ഇന്നും സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കുതന്ത്രം ഭൗതികത മുൻപിൽ വെച്ച് നീട്ടിയിട്ട് ആത്മികതയെ കവരുമ്പോൾ ഇതിൽ ഒരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ അകത്ത് നിറയേണ്ടത് അതിവിശുദ്ധ വിശ്വാസം. കാണുന്നതല്ല, കാണാത്തത്. കാണാത്തതിനെ കാത്തിരിക്കാൻ തയ്യാറായാൽ അവർ ഈ കാണുന്ന വസ്തുവിൻ്റെ മുൻപിൽ വീഴില്ല. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ വീണുകൊണ്ടിരിക്കുക. വീഴുന്നത് എവിടെയാണെന്നറിയാമോ? ഭൗതികതയുടെ മുൻപിലാണ്, സുഖങ്ങളുടെ മുൻപിലാണ്, ഈ ലോകത്തിലെ ദ്രവ്യാഗ്രഹത്തിൻ്റെ മുൻപിലാണ്. എന്നാൽ ഇതിൻ്റെ മുൻപിൽ വീഴാതിരിക്കണമെങ്കിൽ അകത്ത് ഊതിത്തെളിയേണ്ട ഒരു വെളിപ്പാടുണ്ട്. കാണാത്തതിനെക്കുറിച്ച്, സ്വർഗീയമായതിനെക്കുറിച്ച്. ആ വെളിപ്പാടിലേക്ക് ഒരുവൻ കയറണമെങ്കിൽ അവനിൽ അതിവിശുദ്ധ വിശ്വാസം ചലിക്കണം. അത് ചലിക്കുമ്പോൾ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോട് കൂടെയോ ശരീരത്തോട് കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ആ തലത്തിൽ കയറിയപ്പോൾ സ്വർഗം, സ്വർഗാദി സ്വർഗം, അത്യുന്നത സ്വർഗം. സ്വർഗമാണ് ആകാശമണ്ഡലം. സ്വർഗാദി സ്വർഗം, ദൂതന്മാർ
ദൂതന്മാരുടെ ആരാധനയുടെ കേന്ദ്രമാണ് അത്യുന്നത സ്വർഗം. അത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഇരുന്നരുളുന്ന അത്യുന്നത സ്വർഗമാണ്. അവിടേക്കാണ് പൗലോസ് ആത്മാവിൽ കയറിയത്. അവിടെ കയറി ആ വെളിപ്പാട് കണ്ടതോടെ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെക്കണം. കാരണമുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായി ഒരു കെട്ടിടം ഉയരെ സ്വർഗത്തിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേക്കൊരുവൻ വരണമെങ്കിൽ അതിലവനെ സ്വാധീനിക്കുന്നതാണ് അതിവിശുദ്ധ വിശ്വാസം. അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിലേക്ക് എത്താൻ കഴിയാത്തവർ നിങ്ങൾ വളരെ അപകടത്തിലാണ്. ഞാൻ ഒന്നുകൂടെ അതിന് നിങ്ങളെ ആഹ്വാനം ചെയ്യാൻ ഒരു വാക്ക് ചേർത്ത് പറയാം. ഏലിയാവ് വളരെ ശക്തിയോടെ ശുശ്രൂഷിച്ചു. ഏലിയാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ഏലിയാവിൻ്റെ ഇരട്ടിയാണ് ഏലിശ ചെയ്തത്. ഏലിശ പ്രാർത്ഥിച്ച് പ്രാപിച്ചതാണത്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. ഇനി അടുത്ത തലമുറ ഏലിശ കഴിഞ്ഞാൽ പിന്നെ ആ ഇരട്ടിപ്പങ്കിൻ്റെ ശുശ്രൂഷ ഏലിശയുടെ ഇരട്ടിപ്പങ്ക്, അതായത് ഏലിയാവ് ചെയ്തതിൻ്റെ 4 മടങ്ങ്. ഏലിയാവിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ റേഞ്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം പ്രിയരെ. എന്താണെന്നറിയാമോ? അവിടെ ഏലിയാവ് ചൂരച്ചയുടെ തണലിൽ തോറ്റു എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ അരാം സൈന്യം എതിരായിട്ടും ഒരു രാജ്യത്തിൻ്റെ സേവകന്മാർ മുഴുവനും ചുറ്റും അണിനിരന്നിട്ടും ഭയക്കാതെ നിൽക്കുന്ന ഏലിശ, ഓർക്കണം, തൻ്റെ ആ റേഞ്ച് നിങ്ങൾ പിടികിട്ടിയോ? അത് അടുത്തത് തൻ്റെ ജീവിതത്തിൽ ഉയർന്നു വന്ന പ്രതിബന്ധങ്ങൾ, പരിഹാസങ്ങൾ, ഇതിൻ്റെ എല്ലാം മുൻപിൽ താൻ ഉറപ്പോടെ നിന്നു. ഇതിനേറെ ഉപരി അപ്പുറത്ത് ശത്രു സൈന്യം അവരുടെ പ്ലാനിങ് നടത്തുമ്പോൾ തന്നെ ഇവിടെ ആത്മാവിൽ അത് പറഞ്ഞു കൊടുക്കുന്ന ഏലിശയുടെ പ്രവചനത്തിൻ്റെ റേഞ്ച്, ഇത്രത്തോളം വലിയ ഒരു ശുശ്രൂഷ ഏലിശ ചെയ്തു എന്ന് നമുക്ക് അഭിമാനമാണ്, ആഹ്ലാദമാണ്, ആവേശമാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ തുറന്നൊരു ചോദ്യമാണ്, ഏലിയാവ് ചെയ്തത് ഏലിശ ഇരട്ടിയായി ചെയ്തു, എന്നാൽ അടുത്തത് അതിൻ്റെ ഇരട്ടിയല്ലേ? എന്നാൽ അടുത്ത ഇരട്ടിയിലേക്ക് ആ ശുശ്രൂഷ പകരപ്പെട്ടില്ല. ഏലിശയുടെ കാലം കൊണ്ട് ആ ശുശ്രൂഷ ബ്രേക്കായി. അടുത്ത ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട ആള് ഗേഹസിയാണ്. ഗേഹസിയാണ് ആ ശുശ്രൂഷ ചെയ്യേണ്ടത്. പക്ഷേ ഗേഹസിയുടെ അകത്തേക്ക് നയമാൻ്റെ നന്മയുടെ ദർശനത്തെ പിശാച് കേറ്റുവിടുമ്പോൾ പിശാചിനൊരു രഹസ്യ പദ്ധതിയുണ്ട്. ഇവിടം കൊണ്ട് ആ ശുശ്രൂഷ തീരണം, ഇതിൻ്റെ ഇരട്ടി ഇവനിലേക്ക് കൈമാറരുത്. ഇങ്ങനൊരു അപകടത്തെ ഇന്ന് സാത്താൻ വിത്തായി വിതയ്ക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരുപറ്റം ആത്മീയർ പ്രാർത്ഥിക്കേണ്ടത് അതിവിശുദ്ധ വിശ്വാസമെന്ന ഒരു ഹയർ തലത്തിലേക്ക് നമ്മളൊന്ന് കയറണം. എന്തിനാണെന്നറിയാമോ? നിത്യതയുടെ വിഷൻ ഏറ്റെടുക്കാൻ, നിത്യതയുടെ വെളിപ്പാടിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ, നിത്യതയുടെ വെളിപ്പാടിൽ പ്രസംഗിക്കാൻ, നിത്യതയുടെ വെളിപ്പാടിൽ ഇവിടെ ചുവട് വെക്കാൻ, നിത്യതയുടെ വെളിപ്പാടുള്ളവനെ കുരിക്കാൻ സാത്താന് കഴിയില്ല. ആ തെരഞ്ഞെടുപ്പിലേക്കാണ് നാം എത്തേണ്ടത്. കഴിഞ്ഞ തലമുറ നിന്നത് എവിടെയാണെന്നറിയാമോ? നിത്യതയുടെ വെളിപ്പാടിൽ. കഴിഞ്ഞ തലമുറ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഈ മണ്ണിൽ പോരാട്ടം കഴിച്ചത് ഭൗതികത എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയല്ല. വീട് കിട്ടാനോ ജോലി കിട്ടാനോ കടം മാറാനോ സാമ്പത്തിക വിടുതലിനോ അല്ല അവർ കർത്താവിനെ കണ്ടിറങ്ങിയത്. നിത്യതയുടെ വെളിപ്പാട് കണ്ട് അവരിറങ്ങിയവരാണ്. എത്രയെത്ര പ്രതിബന്ധങ്ങളെ സഹിച്ചാണ് അവർ മുൻപോട്ട് പോയത്. പ്രിയരെ, എത്രയെത്ര ധീര പോരാളികൾ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ട തീവ്രമായ വെളിപ്പാട് നിത്യതയുടെ ഘനമേറിയ വെളിപ്പാടാണ്. അന്നമ്മയമ്മച്ചി കർത്താവിനെ കണ്ടിറങ്ങുമ്പോൾ കുമ്പനാടിൻ്റെ മണ്ണിൽ നിന്ന് ആട്ടി പുറത്താക്കി പട്ടിണിയുടെ കർത്തൃവേലയിൽ വ്യാപരിക്കുമ്പോൾ ആ മാതാവിന് വന്ന തൻ്റെ മാതാവിൻ്റെ കത്ത്, അന്നമ്മേ നീ തിരികെ വന്ന് പ്രേക്ഷിത വേല വീട്ടിൽ വന്നെന്ന് ചെയ്യ്, നിന്റെ പിതൃസ്വത്ത് വാങ്ങി പ്രേക്ഷിത വേലയിൽ നീ വ്യാപരിച്ചോളുക. അന്ന് ആ മാതാവ് തൻ്റെ മാതാവിന് എഴുതി കൊടുത്തത് സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാണ്, മേലുള്ള യെരൂശലേം നിത്യഗ്രഹം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, വീട് കണ്ടിട്ടല്ല ഞാൻ ഇറങ്ങിയത്, ജോലി കിട്ടുമെന്ന് കരുതിയല്ല ഇറങ്ങിയത്, കടം മാറാനല്ല ഇറങ്ങിയത്, ഞാൻ നിത്യത നോക്കിയായി ഇറങ്ങിയത്. മൂത്താമ്പാക്കൽ കൊച്ചൂഞ്ഞുപദേശി തൻ്റെ മകൻ ശാമുവേലിൻ്റെ ശവശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ ശബ്ദമുയർത്തിയത്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനത് വാങ്ങി
ഹല്ലേലൂയ പാടും. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്ന് കാണാം, അതാണ് എനിക്കുള്ളത്. 11 മക്കളിൽ 8 മക്കളെയും തൻ്റെ കരം കൊണ്ട് തന്നെ ശവസംസ്കാരം നടത്തിയിട്ട് ഈ പോർക്കളത്തിൽ പോരാടിയ കർത്തൃദാസൻ പ്രിയ CS മാത്യു എന്ന അഭിഷിക്തൻ, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകൻ്റെ മരണശേഷവും കർത്താവിന് വേണ്ടി പോരാടുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, താൻ ശുശ്രൂഷ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മുറിക്കകത്ത് തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ രൂപം കണ്ടപ്പോഴല്ലേ തൻ്റെ പാട്ട എൻ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും കാണുകയില്ല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. അങ്ങനെ എത്രയെത്ര വിശുദ്ധന്മാർ അവരൊക്കെ പ്രാപിച്ചത് നിത്യതയുടെ ഘനമേറിയ വെളിപ്പാട്. ആ വെളിപ്പാടകത്ത് പ്രാപിക്കുന്ന ആത്മീയനെ ഒതുക്കാൻ ഇവിടെ ഒരു പ്രതികൂലത്തിനും കഴിയില്ല. അവൻ്റെ തെരഞ്ഞെടുപ്പ് കാണാത്തതിന് വേണ്ടിയാ. അവൻ കാത്തിരിക്കുന്നത് കാണുന്നതിന് വേണ്ടിയല്ല. കാണാത്തതിനെ കാത്തിരിക്കുന്നവനെ ഒതുക്കാനോ ഒടുക്കാനോ വഴിതിരിച്ചു വിടാനോ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റാനോ സാത്താന് സാധ്യമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണേ. സ്തോത്രം. വിശ്വാസത്തിൻ്റെ ഒരാത്മികയിൽ നടക്കുന്ന വിടുതൽ 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ കാണുന്നു. എബ്രായർ 11:27. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ഇവിടെ മോശയിൽ സംഭവിച്ച കാര്യം 40 വർഷക്കാലം കൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴായി സാഹചര്യം. പക്ഷേ മോശയിൽ ഇവിടെ നടന്ന കാര്യം വിശ്വാസത്താൽ വിട്ടുപോന്നു, മിസ്രയീം വിട്ടുപോന്നു. എന്തുകൊണ്ട്? തൻ്റെ അകത്ത് വിശ്വാസത്താൽ അകത്ത് കയറിയത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്തെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. ഒന്നുകൂടെ പറഞ്ഞാൽ വിശ്വാസം തൻ്റെ ദർശനത്തിന് മൂർച്ച കൂട്ടുക. പലപ്പോഴും വിശ്വാസം ഒരുവൻ്റെ അകത്ത് കുറയുമ്പോഴാണ് പിറുപിറുപ്പിൻ്റെ ശബ്ദം ഉയരും. ആ പിറുപിറുപ്പിൻ്റെ ശബ്ദം ഉയർന്നാൽ തന്നെ ദൈവം ശത്രുവായി മാറുകയാണ്. അപ്പോൾ അങ്ങനൊരു അപകടത്തിലേക്ക് നാം കയറാതിരിക്കാൻ വിശ്വാസം ഒരുവനിൽ ചെലുത്തുന്നൊരു സ്വാധീനം, അതിവിടെ പറയുന്നു. വിശ്വാസം ദർശനത്തിന് മൂർച്ച കൂട്ടുക. അതായത് എല്ലാ വ്യക്തികളെയും കുറിച്ച് ദൈവത്തിന് ദർശനമുണ്ട്, കൃത്യമായ മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാൻ ദൈവം തയ്യാറാക്കുമ്പോൾ തന്നെ കൃത്യമായി ദൈവത്തിന് ചില സമയങ്ങളുണ്ട്, ദൈവപ്രവൃത്തിയുടെ സമയം. അതായത് മിസ്രയീമിൻ്റെ മണ്ണിൽ നിന്ന് കൊട്ടാരത്തിൻ്റെ സുഖവും സൗകര്യവും വിട്ട് ഒരു നിമിഷം ഇന്നലെ വരെ മമ്മി എന്നും ഗ്രാൻഡ് ഫാദർ എന്നും വിളിച്ചിരുന്നവരെ വിട്ട് താൻ ഓടി ഒളിക്കുക. 40 കൊല്ലം ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച് പരിചാരകരില്ല, സുഖങ്ങളില്ല, സൗകര്യമില്ല, ആടിനെ മേയിച്ച് താനിങ്ങനെ നടക്കുന്ന വേള തൻ്റെ അകത്ത് നിരാശയല്ല ഉള്ളത്, വിശ്വാസത്താൽ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 40 വർഷക്കാലത്തെ ഡീപ് പ്രമോഷൻ അത് വരുമ്പോഴും വിശ്വാസം തന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. 40 കൊല്ലം കൊട്ടാരത്തിൽ മോശ വിശ്വാസത്താലായിരുന്നെങ്കിൽ അടുത്ത 40 കൊല്ലം ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുമ്പോഴും വിശ്വാസത്തിന് കുറവില്ല. ഇവിടെയാണ് നാം അറിയേണ്ടത്. സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുന്നൊരു പദമുണ്ട്. മോശ പറയൂ, എനിക്ക് നിന്റെ തേജസ് കാണണമെന്ന് നൊമ്പരപ്പെടുത്തുന്ന ചോദ്യമുയർത്തുമ്പോൾ സ്വർഗം പറയുന്ന പദം ഇങ്ങനെയാണ്: ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. വാക്ക് കണ്ടോ? ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. എപ്പോഴാ? 40 കൊല്ലം മിസ്രയീമിൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. 40 കൊല്ലം ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുമ്പോഴും ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. ആ അറിവിൻ്റെ അർത്ഥമുണ്ട്, നിന്റെ അകത്ത് അണയാതെ കത്തുന്ന ഒരു വിശ്വാസമുണ്ട്. ഇന്ന് ആത്മാവ് വ്യക്തികൾ ഇടപെടുന്നത് സാഹചര്യം നല്ലതായിരിക്കുമ്പോൾ സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്, ആരാധനയുണ്ട്. എന്നാൽ സ്ഥിതി മാറി അല്പം ഡീപ് പ്രമോഷൻ, പ്രതികൂലം, പ്രതിസന്ധി, ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ഞെരുക്കത്തിൻ്റെ സാഹചര്യത്തിൽ സ്തുതിക്കാൻ പറ്റിയിട്ടുണ്ടോ? ദൈവത്തിന് നന്ദി പറയാൻ പറ്റിയിട്ടുണ്ടോ? ആരാധിക്കാൻ പറ്റിയിട്ടുണ്ടോ? വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? ഒന്ന് ശോധന ചെയ്തിട്ട്, സ്ഥിതി മാറുമ്പം മാറാനുള്ളതല്ല എൻ്റെ വിശ്വാസം, സാഹചര്യത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല എൻ്റെ വിശ്വാസം. സാഹചര്യം മാറും, എൻ്റെ വിശ്വാസം മാറാനുള്ളതല്ല. എൻ്റെ വിശ്വാസത്താലാണ് സാഹചര്യം മാറുമ്പോൾ മാറ്റമില്ലാതെ ഞാൻ നിൽക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്താലാണ്
സ്ഥിതി മാറുമ്പോൾ ആത്മീകൻ അതിൻ്റെ മീതെ നിൽക്കുക. വിശ്വാസത്തിൻ്റെ പടകിൽ അവന് പ്രതിസന്ധിയുടെ മീതെ നിൽക്കേണ്ടവനാണ്. ആർത്തലയ്ക്കുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ചില ഡീപ് പ്രമോഷൻ നിന്റെ ജീവിതത്തിൽ വന്നെന്ന് കരുതി നീ പതറരുത്. ഉറപ്പോടെ നിൽക്കണം. എന്താ? ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതായത്, ദൈവം അനുവദിച്ചതായത്. ഇതെന്നെ ദൈവം പണിതെടുക്കാനാ. ചില പ്രതികൂലങ്ങളെ നോക്കി ഇനി അങ്ങനെ വന്നല്ലോ എന്നുള്ള പരിതപിക്കുന്ന വാക്ക് നിർത്തിയിട്ട് വിശ്വാസത്താൽ പറ, ദൈവം എന്നെ പണിതെടുക്കുന്ന പാഠശാലയായത്, ദൈവം എന്നെ മോൾഡ് ചെയ്യുന്ന വേദിയായത്, ദൈവം എന്നെ പുതിയ പരിശീലനത്തേക്ക് എത്തിക്കാനുള്ള വേദിയായത്. ഇവിടെ ഞാൻ പതറാനല്ല, അവനോട് കൂടുതൽ പറ്റുക, അവനോട് കൂടുതൽ ചേരുക, അവനോട് കൂടുതൽ അടുത്തിരിക്കുക. ഒരു കുഞ്ഞ് ഇരുളിൽ അപ്പൻ്റെ കൈ പിടിച്ചു പോകുമ്പോൾ, നടക്കാൻ പറ്റാത്ത ഇടം ചെല്ലുമ്പോൾ അപ്പൻ കരത്തിലെടുത്തു എന്നിരിക്കട്ടെ, ഭയം കയറുമ്പോൾ അപ്പന്മാർക്കറിയാം കഴുത്തിൻ്റെ രണ്ടു വശത്തൂടെ കുഞ്ഞൊന്ന് ചേർത്ത് കഴുത്തിലേക്ക് തൻ്റെ മുഖം ചേർത്തു പിടിച്ച് കണ്ണിറുക്കി അടച്ചിരിക്കുമ്പോൾ അപ്പന കരം കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പൊതിഞ്ഞിട്ട് ആ ഇരുളിലൂടെയുള്ളൊരു യാത്ര നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? പ്രതികൂലങ്ങൾ, ചെറിയ ചെറിയ വേഷമങ്ങൾ വരുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയത്. അതുപോലെ ആർത്തലയ്ക്കുന്ന പ്രതികൂലത്തിൽ ഒരാത്മീയൻ നസ്രായൻ്റെ മാറിലേക്കൊന്ന് കൂടുതൽ ഇഴുകിച്ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കണം. കാരണം ഈ കരമറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനിപ്പോഴും ആ കരത്തിൽ സുരക്ഷിതനാണ്, ഞാൻ അവൻ്റെ കരത്തിൽ ഭദ്രമായി പരിപാലിക്കപ്പെടുക. യഹോവയുടെ സകല വിശുദ്ധന്മാരും അവന്റെ തൃക്കൈയിലിരിക്കുന്നു. ഞാൻ വീണത് പൊട്ടക്കുഴിയിലല്ല. അയ്യോ പിശാചേ, പൊട്ടക്കുഴിയാണെന്ന് നീ പറയുന്നു, പക്ഷെ ഇത് പൊട്ടക്കുഴിയല്ല. എന്റെ പ്രാണനാഥന്റെ വിരിച്ചു വെച്ച കരത്തിൽ ഞാൻ സുരക്ഷിതനാ. അയ്യോ പിശാചേ, ഞാൻ വീണത് സിംഹത്തിന്റെ ഗുഹയിലല്ല, എനിക്ക് വേണ്ടി ദൂത് പറഞ്ഞ പ്രാണനാഥന്റെ കരത്തിലാ. നിരാശയുടെ വാക്കുകൾ മാറട്ടെ, പരിതപിക്കുന്ന വാക്കുകൾ നിർത്ത്. ദൈവത്തിൻ്റെ സമയത്ത് നീ കാത്തിരിക്കെ. ദൈവത്തിൻ്റെ സമയത്ത് ഈ ദൈവിക പദ്ധതിയിൽ യിത്രോവിൻ്റെ വീട്ടിൽ ആടിനെ മേയ്ക്കുന്നതല്ല മോശെ നിന്നെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ. യിത്രോവിൻ്റെ വീട്ടിലെ ചെറിയ നന്മയിൽ കൂടെ പോകാനല്ല, കൊട്ടാരത്തിലെ നിന്റെ കൈക്കരുത്ത് കൊണ്ട് കാര്യം നേടാനുമല്ല, അടുത്ത ഫറവോനാക്കാനല്ല ദൈവം നിന്നെ കണ്ടത്, പിന്നെയോ ഫറവോന്റെ ദൈവമാക്കാനാ. ദൂത് മനസ്സിലായോ? ഫറവോനാകാനല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് യിത്രോവിൻ്റെ ആടിനെ മേയ്ക്കാനുമല്ല, ഫറവോന്റെ ദൈവമാകാൻ. ഫറവോന്റെ ദൈവമാകണമെങ്കിൽ കൊട്ടാരം വിട്ടേ പറ്റത്തുള്ളൂ. ഫറവോന്റെ ദൈവമാകണമെങ്കിൽ യിത്രോവിൻ്റെ ആടിനെ മേയ്ക്കുന്നൊരു ഞെരുക്കം വന്നേ പറ്റത്തുള്ളൂ. എന്തിനാ? ഒരു ഹോരേബിൽ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുക. അവിടെയാണ് അധികാരത്തിന്റെ വടി, അവിടെയാണ് കൃപയുടെ പകർച്ച. സ്തോത്രം. ദൈവദാസ, ഇന്നിൻ്റെ ആകുലത്തിൽ നീ ക്ഷീണിക്കല്ലേ. ഇന്ന് നീ അനുഭവിക്കുന്ന ഞെരുക്കത്തിലും സ്ട്രഗിളിലും പതറാതെ. നിന്റെ മേലുള്ള വിളി ഇതല്ല. ഹോരേബിൽ അത് വെളിപ്പെടുന്ന വേദിയിലേക്ക് നിന്നെ എത്തിക്കാനുള്ള റൂട്ടാണ് ഈ യിത്രോവിൻ്റെ ആടിനെ മേയിച്ചുള്ള യാത്ര. ഈ ആടില്ലാതെ ഹോരേബിൻ്റെ മുകളിലേക്ക് നീ എത്തത്തില്ല കുഞ്ഞെ. ആട്ടും പറ്റം നടന്നു കയറിയാലേ ഹോരേബിൻ്റെ മുകളിലേക്ക് നിന്റെ കണ്ണ് പതികത്തുള്ളൂ. ഇതിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യണം. പ്രതികൂലങ്ങളെ നോക്കി തലകുനിയാനല്ല, പ്രതികൂലങ്ങളിൽ നന്ദി പറഞ്ഞോണം. കാരണം ഇതെൻ്റെ ദൈവം എനിക്ക് വേണ്ടി വാഗ്ദത്തത്തിലേക്കുള്ള വഴിയാ. അതാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ താൾ നമ്മൾ നന്നായി പഠിക്കുമ്പോൾ ദൈവം ചിലത് അടയ്ക്കും, ചിലത് തുറക്കും, ചിലത് ഒഴിവാക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രീ പ്ലാനിങ്ങാ. എന്തിനാ? ശാശ്വതമായ തുറമുഖത്തെത്തിക്കാനാ. അതുകൊണ്ട് ക്ഷീണിക്കരുത്. വിശ്വാസം ദർശനത്തെ മൂർച്ച വരുത്തുക. അപ്പോൾ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം അകത്തുണ്ടെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ആ ദർശനം ഒന്നുകൂടെ ഷാർപ്പ് ചെയ്യുക. നിന്റെ മേലുള്ള വിളിയെ ഷാർപ്പ് ചെയ്യുക. ആ പിൻ പോയിന്റിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാനുള്ള ഒരു പദ്ധതിയാണെന്നുള്ള വെളിപ്പാടിൽ
ദൈവത്തിൻ്റെ സമയത്തിന് അതുകൊണ്ടാണ് വചനം പറയുന്നത് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുക. അത് വൈകിയാലും വരും, നീ അതിനെ കാത്തിരിക്കണം. ദൈവം പറഞ്ഞ ദൈവിക ആലോചനയിൽ നീ ട്രസ്റ്റ് ചെയ്യുക, അതിൽ നീ മുറുകെ പിടിച്ചോണം. അക്കരെ എത്തിക്കാൻ അവൻ വിശ്വസ്തനാണ്. സ്തോത്രം. വിശ്വാസം നമ്മൾ ചെയ്യുന്ന അഞ്ചാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, വിശ്വാസം നമ്മിലേക്ക് സ്വാധീനം ചെലുത്തുന്നത് 11:29 വാക്യമാണ്. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. വിശ്വാസത്താൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുക. ക്രിസ്തീയ വിശ്വാസം, ഫെയ്ത്ത്, ഒരാത്മീകനിൽ പ്രവർത്തിക്കുന്നത്, അതിവിശുദ്ധ വിശ്വാസം ഒരാത്മീകനിൽ പ്രവർത്തിക്കുന്ന റേഞ്ച്. അവൻ പ്രതിബന്ധങ്ങളെ നോക്കുന്നവനല്ല. പിടികിട്ടുന്നുണ്ടോ? അതിവിശുദ്ധ വിശ്വാസത്താൽ ഒരാത്മീയൻ്റെ കണ്ണ് പ്രതിബന്ധങ്ങളെ അല്ല നോക്കുന്നത്, അവൻ്റെ നോട്ടം അങ്ങേ കരയിലേക്കാണ്. ഇവിടെ മോശയിൽ ഈ വിശ്വാസം ചെയ്ത പ്രവൃത്തി, സങ്കീർത്തനങ്ങൾ പറയുന്നു, മോശ ദൈവത്തിൻ്റെ വഴി കണ്ടു. അതാണ് ജനം കണ്ടത് ചെങ്കടല. സ്തോത്രം. ജനം കണ്ടത് ചെങ്കടല. അവർ ചെങ്കടലിൻ്റെ ഓളം കണ്ടു, ചെങ്കടലിൻ്റെ ആഴം കണ്ടു, ചെങ്കടലിൻ്റെ തിരകൾ കണ്ടു. അവർ നിരാശപ്പെടുമ്പോൾ മോശ കാണുന്നത് ചെങ്കടലല്ല, വഴിയാ കാണുന്നത്. അതാ ഇവിടെ പറയുന്നത്, ജനം ട്രൂത്തിൽ വിശ്വസിക്കുകയാണ്, മോശ ഫെയ്ത്തിൽ നിൽക്കുക. എത്ര പേർക്ക് പിടികിട്ടി? കാരണം ദൈവത്തിൻ്റെ ജനത്തിന് ചെയ്യാനുള്ള വഴിയെ വിശ്വാസത്തിൽ കാണുന്ന മോശ, കൈ നീട്ടിയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ തോന്നുന്ന മോശ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മോശ കൈ നീട്ടിയിട്ട് നിൽക്കുമ്പോൾ 30 ലക്ഷം വരുന്ന ജനം തനിക്കെതിരെ പെറുപെറുപ്പിൻ്റെ ശബ്ദമുയർത്തുമ്പം മൗനമായി കൈ നീട്ടിയിട്ട് വന്ന് കിടക്കുന്ന മോശ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, വലിയൊരു കിഴക്കൻ കാറ്റ്, ഉള്ളിലൊരു ആന്തലുണ്ട്, ജനമെതിരാകുന്നു. കിഴക്കൻ കാറ്റുടടിച്ച് പാളയത്തിൽ ഇളക്കങ്ങൾ തുടങ്ങിയാൽ ആ ജനം കല്ലെറിയും. പക്ഷെ ഒരു ദൂത് ദൈവത്തിന് പറയാനുണ്ട്, കുഞ്ഞേ, ഈ കിഴക്കൻ കാറ്റ് നിന്റെ പാളയം ഇളക്കാനല്ല, നിന്നെ തകർക്കാനല്ല, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഈ ചെങ്കടലിൻ്റെ അടിയിൽ വിശ്വാസത്താൽ നീ കണ്ട വഴിയുണ്ടല്ലോ, ആ വഴി വെളിപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ കാറ്റ്. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുന്നത്, ഈ കാറ്റിനെ നോക്കി ആധിപ്പെടണ്ട, ഈ പ്രതികൂലം കണ്ട് തളരണ്ട, ഇത് തകർക്കാനല്ല, ഇത് നിന്നെ ഉടയ്ക്കാനല്ല, നിന്നെ ഇല്ലാതാക്കാനല്ല, പകരം ഇതുവരെ നീ പോകാത്ത, ഇതുവരെ നീ കാണാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിൽ ഒരു വഴി തുറന്ന് ഇത് തരണം ചെയ്യാൻ ദൈവം നിന്റെ കൂടെ ഇറങ്ങി വരുന്ന നിമിഷമാ. സ്തോത്രം. പ്രിയരേ, മോശ വിശ്വാസത്താൽ കൈനീട്ടി. ദൈവം ചെയ്ത വിടുതൽ എത്ര ശ്രേഷ്ഠമാണ്. ഓർക്കുക, ഇന്ന് പ്രതികൂലം നിനക്കുണ്ട്, പ്രശ്നം നിനക്കുണ്ട്, ആദിപ്പെടാതെ നിരാശകൾ മാറ്റിവെച്ചിട്ട് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൻ്റെ ലെവൽ ഒന്ന് ഉയരട്ടെ. ആ ലെവൽ ഉയരേണ്ടത് എങ്ങനെയാണ്? ക്രിസ്തു പരിജ്ഞാനത്തിലാണ് ആ ലെവൽ ഫോം ആകേണ്ടത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായ വെളിപ്പാട് ഒരുവനിലേക്ക് വരുമ്പോൾ അവനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രാർത്ഥന കൊണ്ട് മാത്രം നടക്കുന്നതല്ല. യേശു ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മിലേക്ക് യേശുവിനെക്കുറിച്ചുള്ള സ്നേഹം, യേശുവിൻ്റെ കരുതൽ, യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാട്, യേശു ആരാണെന്നുള്ള വെളിപ്പാട് ഇതകത്തോട്ട് കയറുമ്പോൾ അതിനെ നാം യേശുവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നെങ്കിൽ, അകത്ത പരിജ്ഞാനം നിറയുന്നതനുസരിച്ച് ഞാൻ അവനിലേക്ക് കൂടുതൽ അടുക്കുകയാണ്, അവൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുകയാണ്. അതെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യം, കർത്താവേ, നിന്നിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കണേ, നിന്നെ കൂടുതൽ അറിയാൻ എനിക്കൊരു കൃപ തരണേ, നിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ. അതുകൊണ്ടുള്ള ഗുണം എന്താ? എനിക്ക് പലതിനും വേണ്ടെന്ന് വെക്കാൻ പറ്റും, ചിലതിനോടൊക്കെ നോ പറയാൻ പറ്റും, ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുവിടാൻ പറ്റും. അതിനെല്ലാം നീ കാരണമാകണം. അതെ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീക ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധന, ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥന, ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീക
ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഡെയിലി ലൈഫ്, യേശുവിനെ പിരിഞ്ഞ് എനിക്കൊന്നും വേണ്ട, ആ നിലയിലേക്ക് എത്തുമ്പോൾ ഭക്തൻ പറയുന്നത് എൻ്റെ നീതിമാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെങ്കിൽ വിശ്വാസം ഒരുവൻ്റെ യേശുക്രിസ്തുവിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കുമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിന്നെ ഒന്ന് കൂടുതൽ അറിയാൻ, നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ എനിക്ക് കൃപ തരണേ. അങ്ങനൊരു പ്രാർത്ഥനയുടെ സ്വരമുയരണം. ലോകത്തിൽ മറ്റു പലതും അറിയാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും അറിഞ്ഞില്ലേലും സാരമില്ല. പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിലല്ലാതെ പ്രശംസിക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു അനുഭവം നമുക്കുണ്ടാകണം. അതെ, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ യേശു നമ്മെ ഒന്ന് ആകർഷിക്കട്ടെ, ക്രിസ്തു നമ്മെ ആകർഷിക്കട്ടെ. ആ ആകർഷണ വലയത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ മറ്റെല്ലാം മറക്കും. ആ യേശു നമ്മുടെ അകത്ത് നിറയാൻ തുടങ്ങും. അതല്ലേ കാണാത്ത കർത്താവിനെ കാണുന്നത് പോലെ, അതാ പറയുന്നത്, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അങ്ങനൊരു എൻകൗണ്ടർ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇവിടുന്ന് മടങ്ങുമ്പോൾ വിശ്വാസത്തിൻ്റെ അടുത്ത തലത്തിലാണ് നിങ്ങൾ എത്തുന്നത്. പിന്നെ ഒരു പ്രതികൂലവും നിങ്ങളെ ഒതുക്കത്തില്ല. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേൽക്കാം. ലൈവിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഇന്ന് നിന്നെ ഒന്ന് കൂടുതൽ കാണാൻ, നിന്നെ ഒന്ന് കൂടുതൽ അറിയാൻ, നിന്നിലേക്കൊന്ന് കൂടുതൽ അടുക്കുന്ന, എൻ്റെ അകക്കണ്ണൊന്ന് പ്രകാശിക്കാൻ. ഇല്ല, കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? പലതും നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്നു, പലതും നമ്മെ വല്ലാതെ ആകർഷിക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാത്മീക ജീവിതം, ഒരു ക്രിസ്ത്യൻ ലൈഫ് ഇന്നുണ്ടാകട്ടെ. അതിലൂടെ നമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ വിടുതൽ, വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. ക്രിസ്തുവിലേക്ക് നാം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവനോടുള്ള സ്നേഹം കൂടാൻ തുടങ്ങും. ക്രിസ്തുവിലേക്ക് നാം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവനോടുള്ള ഭാഗ്യാവസ്ഥ അകത്ത് നിറയാൻ തുടങ്ങും. പ്രത്യാശ, അതെ, വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഒരുമിച്ച് വർദ്ധിക്കുമ്പോൾ അത് അതിവിശുദ്ധ വിശ്വാസമാകുന്നെങ്കിൽ അതിൻ്റെ കേന്ദ്രം ക്രിസ്തു അല്ലേ? കർത്താവേ, ഇന്ന് നിന്നെ ഒന്ന് കാണാൻ. എൻ്റെ പ്രിയരെ, ശുലേമി പറയുന്ന ആ വാക്ക് കണ്ടോ? ഉത്തമഗീതം 1:4, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക, രാജാവ് എന്നെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നു. അവൾ പറയുന്നു, ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിയറയിലാണ്. ഇവിടെ രാജകുമാരികളുണ്ട്, തോഴികളുണ്ട്. ഇവര് വർണ്ണിക്കുന്നത് ഈ കൊട്ടാരത്തിന്റെ വർണ്ണനയാ, രാജാവിന്റെ വർണ്ണനയാ, ഇവിടെയുള്ള സുഖങ്ങളുടെ വർണ്ണനയാ. പക്ഷെ എൻ്റെ മനസ്സിൽ കൊട്ടാരമില്ല, എൻ്റെ മനസ്സിൽ ഈ രാജാവില്ല, എൻ്റെ മനസ്സിൽ ഇവിടെയുള്ള പ്രൗഢിയോ ആഡംബരമോ അല്ല. എൻ്റെ പ്രിയനെ, നീയാണ് എൻ്റെ ഹൃദയത്തിൽ. നിന്റെ പിന്നാലെ എന്നെ വലിക്കണേ. എത്ര പേർക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ഒരു ചൂണ്ടയിൽ ഇരക്കൊരുക്കുന്നത് പോലെ നിന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, നിന്നെക്കുറിച്ചുള്ള വെളിപ്പാടിൽ ഞാനൊന്ന് കുരുകട്ടെ. നിന്നെ പിരിയാൻ പറ്റാതെ വണ്ണം, നിന്നെ വിട്ടുപോകാൻ പറ്റാതെ വണ്ണം, ഒരു പ്രതികൂലത്തിനും അകറ്റാൻ കഴിയാതെ വണ്ണം നിന്നോട് ഞാനൊന്ന് അടുക്കുന്ന തരത്തിൽ എൻ്റെ അകത്ത് ആ വെളിപ്പാടൊന്ന് പകരണേ. ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവരുടെ മേൽ അസാധാരണമായ ഒരു മഹത്വം ഇറങ്ങി വരികയാണ്. അവരുടെ മേൽ ഒരു വലിയ മഹത്വം ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ ചില ഭാരങ്ങൾ ഉരുകി മാറുന്നു, ചില രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. ഈ ദൂത് അകത്തളത്തിൽ ഏറ്റെടുക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ പ്രത്യക്ഷം നടക്കുകയാണ്. ഇന്ന് പകൽ അത് അനുഭവിക്കുന്നവർ അല്പസമയം അന്യഭാഷയിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ കരം തട്ടി നമുക്ക് ഒരുമിച്ച് അല്പസമയം കർത്താവിനെ ആരാധിക്കാം. കൊയറിനോട് ചേർന്ന് അല്പസമയം ആരാധനയിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കേ. ഒരു വലിയ ദൈവ മഹത്വം ഇറങ്ങട്ടെ. ഈ ജനത്തിന്റെ മേൽ വിടുതൽ യേശുവിൻ നാമത്തിൽ കൈമാറുകയാണ്.
വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങൾ ഓർത്തിനി കരയുകില്ല. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങൾ ഓർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഇനി ഒരുപക്ഷേ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഇനി ഞാൻ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ